Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Nigamakalpatarorgalidam phalam Shukamukhat amritadrava samyutam Pipata bhagavatam rasamalayam Muhuraho rasika bhuvibhavuka Narayanam namaskrityam Naram chaiva narottamam Devim saraswatim vyasam Tado jayamudirayeed Nashtaprayesha bhadreshu Nityam bhagavata sevaya Bhagavati uttama shloke Bhaktir bhavati naishtigim Krishnaya vasudevaya Devaki nandanaya cha Nandagopakumaraya Govindaya namo namaha Hare Krishna Srimad Bhagavatam ചതുർത്ഥ സ്കന്ധം 15-ാമത്തെ അധ്യായം പൃഥ്വിരാജാവിന്റെ ആവിർഭാവവും പട്ടാഭിഷേകവും ശ്ലോകം 17 മുതൽ 21 വരെ വായിക്കാം. ദശചന്ദ്രമസിം രുദ്ര ശതചന്ദ്രം തഥാംബിക സോമോ അമൃതമയാൻ അശ്വാൻ തുഷ്ടാരൂപാശ്രയം ദധും അഗ്നിർആജഗവം ചാപം സൂര്യോരശ്മിമയാനിഷൂൻ ഭൂപാതുകേ യോഗമയ്യോ ദൗ പുഷ്പാവലിമന്നഹം നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ചഖേചരാ ഋഷയശ്ചാശിഷസ്തുത്യാ സമുദ്രാശംഖം ആത്മജം സിന്ധവ പർവതാനദ്യോ രഥവീഥിർമഹാത്മനഃ സൂതോധമാഗതോ വന്ദി തം സ്തോതും ഉപതസ്ഥിരേ സ്ഥാവകാം സ്ഥാനവിപ്രേത്യ പൃഥുർവൈന്യാ പ്രതാപവാൻ മേഘനിർഹ്ലാദയാ വാച പ്രഹസൻ ഇതമബ്രവീത്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി വായിച്ചു. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 15. പൃഥ്വിരാജാവിന്റെ ആവിർഭാവവും പട്ടാഭിഷേകവും. ശ്ലോകം 17. ദശചന്ദ്രമസീം രുദ്രാ ശതചന്ദ്രം തഥാംബിക സോമോ അമൃതമയാനശ്വസ്താം തുഷ്ടാരൂപാശ്രയം രഥം. വിവർത്തനം. മഹാദേവൻ 10 ചന്ദ്രന്മാരെ അടയാളപ്പെടുത്തിയ വാളുറയ്ക്ക് ഉള്ളിൽ ഒരു വാളും അദ്ദേഹത്തിന്റെ പത്നി ദുർഗാദേവി 100 ചന്ദ്രന്മാരെ അടയാളപ്പെടുത്തിയ ഒരു പരിചയും അവന് സമ്മാനിച്ചു. ചന്ദ്രദേവൻ അമൃത് കൊണ്ട് നിർമ്മിച്ച കുതിരകളെയും വിശ്വകർമാവ് അതിമനോഹരമായൊരു രഥവും നൽകി. ശ്ലോകം 18. അഗ്നിരാജാഗവം ചാപം സൂര്യോ രശ്മി അയോനിഷുൻ ഭൂപാതുകേ യോഗമയൗധൗ പുഷ്പാവലിമന്വഹം. അഗ്നിദേവൻ അവന് ആടുകളുടെയും പശുക്കളുടെയും കുളമ്പുകൾ കൊണ്ട് നിർമ്മിച്ച വില്ലും സൂര്യദേവൻ സൂര്യരശ്മികൾ പോലെ തിളങ്ങുന്ന ശരങ്ങളും സമ്മാനിച്ചു. ഭൂലോകത്തിന്റെ ആരാധ്യ ദേവത നിഗൂഢ ശക്തികളുള്ള 2 പാദരക്ഷകളും ശൂന്യാകാശത്ത് നിന്നുള്ള ദേവന്മാർ പുഷ്പങ്ങളും സമ്മാനിച്ചു. ശ്ലോകം 19. നാട്യം സുഗീതം വാദിത്രം അന്തർദാനം ചകേശര ഋഷയാശാശിഷ സത്യ സമുദ്രാശങ്കമാത്മജം. വിവർത്തനം. എപ്പോഴും ശൂന്യാകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദേവന്മാർ പൃഥ്വിരാജാവിന് നടന ഗീത വാദ്യ കലകളും സ്വന്തം ഇച്ഛാനുസരണം തിരോധാനം ചെയ്യാനുള്ള കലയും നൽകി. മഹാമുനികൾ അവന് ഒരിക്കലും തെറ്റുപറ്റാത്ത അനുഗ്രഹങ്ങളേകി. സമുദ്രം അവന് സമുദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ശംഖ് നൽകി.
ശ്ലോകം 20. സിന്ധവാ പർവ്വതാ നദ്യോ രഥവീതിർമഹാത്മനഃ സൂതോളതമാഗതോ വന്ദി തം സ്തോതുമുപതസ്ഥിരേ. വിവർത്തനം. സമുദ്രങ്ങളും പർവ്വതങ്ങളും നദികളും അവന്റെ രഥത്തിന് പ്രതിബന്ധങ്ങളില്ലാതെ കടന്നു പോകാൻ പാത നൽകി. ഒരു സൂതനും ഒരു മാഗധനും ഒരു വന്ദിയും പ്രാർത്ഥനകളും സ്തുതികളും അർപ്പിച്ചു. അവർ അവരുടെ യഥാക്രമത്തിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് അവന് മുന്നിൽ അവരെ തന്നെ സമർപ്പിച്ചു. ശ്ലോകം 21. സ്ഥാവകാം സ്ഥാനഭിപ്രേത്യ പൃഥുർവൈന്യ പ്രതാപവാൻ മേഘനിർഘ്രാതയാ വാച പ്രഹസന്നിതമബ്രവീത്. വിവർത്തനം. അവരെ അപ്രകാരം തന്റെ മുന്നിൽ ദർശിച്ച വേനന്റെ പുത്രനും മഹാശക്തനുമായ പൃഥു രാജാവ് അഭിനന്ദന സൂചകമായി മന്ദഹസിച്ചിട്ട് മേഘസ്പന്ദനത്തിന്റെ ഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ താഴെ പറയും പോലെ സംസാരിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നിർമ്മല മദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാന്റെ അവതാരമായ പൃഥു മഹാരാജാവിന്റെ രാജാഭിഷേകം നടക്കുന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത്. പൃഥു രാജാവും പത്നിയായ അർച്ചി ദേവിയും രാജസിംഹാസനത്തിൽ സർവ അലങ്കാര വിഭൂഷിതരായിക്കൊണ്ട് അവർ ഇരുന്നു. അവർ അഗ്നിയെ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിൽ നിന്നും പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ സാധാരണ വ്യക്തികളായിരുന്നില്ല, ഭഗവാന്റെ അംശ അവതാരങ്ങളായിരുന്നു, അല്ലെങ്കിൽ ശക്ത്യാവേശ അവതാരങ്ങളായിരുന്നു. നാരായണന്റെയും ലക്ഷ്മി ദേവിയുടെയും അവതാരങ്ങളായിരുന്നു പൃഥു മഹാരാജാവും അർച്ചി ദേവിയും എന്ന് നേരത്തെ തന്നെ ബ്രാഹ്മണർക്ക് മനസ്സിലായി. ബ്രാഹ്മണർ ഭഗവാന്റെ പൃഥു മഹാരാജാവിന്റെ അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി എന്ന് പറഞ്ഞു. ആ സമയത്ത് പൃഥു മഹാരാജാവിന്റെ ഭഗവാന്റെ പട്ടാഭിഷേകത്തിനെ കുറിച്ചുള്ള വാർത്ത ലോകം മുഴുവൻ പരന്നു, പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു. അവർ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയും ഭഗവാനെ വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയും ആ കൊട്ടാരത്തിൽ അഭിഷേക സമയത്ത് എത്തിച്ചേർന്നു. വ്യത്യസ്തരായിട്ടുള്ള ദേവന്മാർ വ്യത്യസ്ത ഉപഹാരങ്ങൾ ഭഗവാന് സമർപ്പിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ധനധൻ കുബേരൻ പൃഥു മഹാരാജാവിന് ഒരു സ്വർണ സിംഹാസനം നൽകി. തസ്മൈ ജഹാരധനോ ഹൈമം വീരവരാസനം വരുണ സലിലസ്രാവം ആദപത്രം ശശിപ്രഭം. വരുണൻ നൽകിയത് ഒരു വെൺകൊറ്റ കുടയാണ്. അതിന്റെ പ്രത്യേകത അത് ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ്. മാത്രമല്ല ആ കുടയിൽ നിന്നും എപ്പോഴും ജലധാര വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പ്രത്യേക കുട, ഒരു വെൺകൊറ്റ കുട വരുണദേവൻ സമർപ്പിച്ചു. വായു നൽകിയത് പൃഥു മഹാരാജാവിന്റെ കുളിർമയുള്ള കാറ്റു ലഭിക്കുന്നതിനായിട്ട് ചാമരങ്ങളാണ്, 2 ചാമരങ്ങളാണ് നൽകിയത്. ധർമ്മ മഹാരാജാവ് നൽകിയത് കീർത്തി വർദ്ധിപ്പിക്കുന്ന, രാജാവിന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്ന ഹാരമാണ്. ഇന്ദ്രൻ നൽകിയത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള, വിലപിടിപ്പുള്ള, അമൂല്യമായിട്ടുള്ള രത്നം പതിച്ച കിരീടമാണ് പൃഥു മഹാരാജാവിന് നൽകിയത്. യമരാജൻ, പൃഥ്വിന്റെ രാജാവായിട്ടുള്ള യമൻ നൽകിയത് ചെങ്കോലാണ്. രാജാവിന്റെ അധികാരത്തിന്റെ ചിഹ്നമായിട്ടുള്ള ദണ്ഡം, ചെങ്കോൽ നൽകി രാജാവിനെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവ് ആത്മീയ ജ്ഞാനം നൽകുന്ന പടച്ചട്ട രാജാവിന് നൽകി, പൃഥു മഹാരാജാവിന് നൽകി. ഭാരതി, ബ്രഹ്മാവിന്റെ പത്നിയായ ഭാരതി മനോഹരമായിട്ടുള്ള ഒരു കണ്ഠാഭരണം പൃഥുവിന് നൽകി. ഹരി, ഭഗവാന്റെ അവതാരമായിട്ടുള്ള ഉപേന്ദ്രൻ സുദർശന ചക്രം പൃഥു മഹാരാജാവിന് നൽകി അനുഗ്രഹിച്ചു. ഹരിയുടെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവി എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി മഹാരാജാവിനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ നമ്മൾ വായിച്ചത് മഹാദേവൻ എന്താണ് നൽകിയത് എന്നാണ്. ദശചന്ദ്രമസിം രുദ്ര ശതചന്ദ്രം തഥാംബിക. രുദ്രൻ മഹാദേവൻ നൽകിയത് എന്താണ്? ദശചന്ദ്രമസി, ഒരു മനോഹരമായിട്ടുള്ള വാളാണ്. ആ വാളിന്റെ ഉറയിലിട്ട് വെക്കുന്ന ഒരു വാള് നൽകി. ആ വാളുറയ്ക്ക് എന്താണ് പ്രത്യേകത?
വാളുറയിൽ 10 ചന്ദ്രന്മാരെ അടയാളപ്പെടുത്തി. 10 ചന്ദ്രക്കലകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള വാളുറയോട് കൂടിയിട്ടുള്ള വാളാണ് രുദ്രൻ സമ്മാനിച്ചത്. ശതചന്ദ്രം പ്രതാംബിക, 100 ചന്ദ്രക്കല അടയാളപ്പെടുത്തിയിട്ടുള്ള പരിചയാണ് അംബിക ദുർഗാദേവി നൽകിയിട്ടുള്ളത് എന്ന് പറയും. സോമോ അമൃതയാനശാൻ, അമൃതം കൊണ്ട് നിർമ്മിച്ച കുതിരകളെയാണ് ചന്ദ്രൻ നൽകിയത്. കാരണം ചന്ദ്രനിൽ അമൃതം ധാരാളമായിട്ട്, അമൃത് കൊണ്ട് നിർമ്മിച്ച അമൃത് കൊണ്ട് നിർമ്മിച്ച അശ്വത്തെയാണ്, കുതിരകളെയാണ് ചന്ദ്രദേവൻ നൽകിയത്. ത്വഷ്ടാവ് വിശ്വകർമാവ് മനോഹരമായിട്ടുള്ള ഒരു രഥവും നൽകി. രാജാവിന് സഞ്ചരിക്കാനുള്ള രഥം നൽകിയിട്ടുള്ളത് വിശ്വകർമാവാണ്. വളരെ മനോഹരമായിട്ടുള്ള രഥമായിരുന്നു എന്ന് പറയുന്നത്. അഗ്നിദേവൻ ഒരു ചാപമാണ് നൽകിയത്, ഒരു വില്ലാണ് നൽകിയത്. ആ വില്ലിന്റെ പ്രത്യേകത ആടിന്റെയും പശുവിന്റെയും കുളമ്പുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വില്ലാണ്. ആജകവം ചാപം അഗ്നിദേവൻ സമർപ്പിച്ചിട്ടുള്ളത്. സൂര്യോരശ്മിമയാനീഷു, സൂര്യദേവൻ നൽകിയത് സൂര്യരശ്മികളെ പോലെ തിളങ്ങുന്ന അമ്പുകളാണ്. സൂര്യരശ്മികളെ പോലെ പ്രകാശിക്കുന്ന രശ്മിമയാൻ ഇഷൂൻ, ഇഷൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രങ്ങളാണ്. അങ്ങനെയുള്ള അസ്ത്രങ്ങൾ പൃഥ്വിരാജാവിന് സൂര്യദേവൻ നൽകി. ഭൂപാതുകേ യോഗമയ്യോ, ഭൂമിദേവിയും പൃഥ്വിരാജാവിന്റെ മുന്നിൽ വന്ന പാതുകങ്ങൾ, രാജാവിന് ധരിക്കാനുള്ള പാതുകങ്ങൾ സമർപ്പിച്ചു. ആ പാതുകങ്ങൾക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യോഗമയ്യോ, യോഗമായ മായാശക്തിയുള്ള പാതുകങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ യോഗശക്തി കൊണ്ട് ആ പാതകങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ്. പ്രപഞ്ചത്തിന്റെ എവിടെ വേണമെങ്കിലും ആ പാതകങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ശീലപ്രഭാതര വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് യോഗമയ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകതയുള്ള പാതകങ്ങളാണ് ഭൂമിദേവി പൃഥ്വിരാജാവിന് സമർപ്പിച്ചിട്ടുള്ളത്. പുഷ്പാവലി മന്നഹം, ആകാശത്തിലുള്ള ദേവന്മാർ പുഷ്പാവലി, പുഷ്പങ്ങളുടെ കൂട്ടം, മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ രാജാവിന് സമർപ്പിച്ചു. അവർ ദിവസവും അങ്ങനെ സമർപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ദിവസം സമർപ്പിച്ചു പോവുകയല്ല. പുഷ്പാവലിയും അന്നഹം, ദിവസം തോറും എല്ലാ ദിവസവും പുഷ്പങ്ങൾ ദേവന്മാർ വന്ന് പൃഥ്വിരാജാവിന് സമർപ്പിക്കാറുണ്ടായിരുന്നു. നാട്യം സുഗീതം വാദിത്രം അന്തർധാനം ച കേചര, കേചരന്മാർ, ആകാശത്ത് സഞ്ചരിക്കുന്ന സിദ്ധന്മാർ, അവരെന്താണ് സമർപ്പിച്ചത്? നാട്യം സുഗീതം വാദിത്രം, അവർ രാജാവിനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. നടനകല, നാട്യം എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, അഭിനയകല. സുഗീതം, സംഗീതം, സംഗീതം അഭ്യസിപ്പിച്ചു. വാദിത്രം, വാദ്യോപകരണങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, ഇതെല്ലാം ആകാശത്ത് സഞ്ചരിക്കുന്ന ദേവന്മാർ അല്ലെങ്കിൽ സിദ്ധന്മാര്. ഖേചര, ഖേചരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് സഞ്ചരിക്കുന്നവരാണ്. ഖേചരി അല്ലെങ്കിൽ ഖേചരൻ എന്ന് പറയും. ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന സിദ്ധിയുള്ള ആളുകളാണ് ഖേചരന്മാർ. അവര് രാജാവിനെ നാട്യവും സംഗീതവും വാദ്യകലയും ഒക്കെ പഠിപ്പിച്ചു. വാദ്യകല മാത്രമല്ല, അന്തർധാനവും പഠിപ്പിച്ചു. വാദിത്രം അന്തർധാനം ചകേചര, അന്തർധാനം എപ്പോ വേണമെങ്കിലും രാജാവിന് അപ്രത്യക്ഷമാകാം. മറ്റുള്ളവർക്ക് കാണാതെ ഇരിക്കാനുള്ള കഴിവിനെയാണ് അന്തർധാനം ചെയ്യുക എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ പെടാതെ സഞ്ചരിക്കാം, അവരുടെ മുന്നിൽ അവർക്ക് കാണാതെ സഞ്ചരിക്കാം, അന്തർധാനം ചെയ്യാം. അതിനുള്ള വിദ്യയും ഖേചരന്മാർ പഠിപ്പിച്ചു കൊടുത്തു. ഋഷയച്ഛാശിഷസത്യം, ഋഷിമാർ രാജാവിനെ അനുഗ്രഹിച്ചു. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാവട്ടെ, നിങ്ങൾ പറയുന്നതിൽ തെറ്റുപറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ചു. ഋഷിയച്ഛാശിഷസത്യം സമുദ്ര ശംഖമാത്മജം, സമുദ്രദേവൻ വന്ന് ഭഗവാന് സമുദ്രത്തിൽ നിന്നും ലഭിച്ച ഒരു മനോഹരമായിട്ടുള്ള ശംഖ്, തന്റെ തന്നെ ഉൽപ്പന്നമായിട്ടുള്ള ശംഖ് സമുദ്രദേവൻ പൃഥ്വിരാജാവിന് സമർപ്പിച്ചു. ശംഖമാത്മജം സിന്ധവ പർവ്വതാനദ്യോ രഥവീതിർ മഹാത്മനം, പർവ്വതത്തിന്റെയും നദികളുടെയും സമുദ്രത്തിന്റെയും ഒക്കെ അധിപന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ രാജാവിന്
ഒരിക്കലും തടസ്സമുണ്ടാവുകയില്ല. രാജാവിന്റെ രഥം കടന്നു പോകുന്ന സമയത്ത് അതിന് ഞങ്ങൾ ഒരിക്കലും തടസ്സമാവുകയില്ല, അതിന് എപ്പോഴും വഴിയുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പോൾ പൃഥ്വിരാജാവിന്റെ രഥത്തിന് പർവ്വതത്തിലൂടെയും നദികളിലൂടെയും സമുദ്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയൊന്നും യാതൊരു തടസ്സവും രാജാവിന്റെ രഥത്തിന് അനുഭവപ്പെടുകയില്ല, അവിടെയൊക്കെ വഴിയുണ്ടാകും എന്ന് പറഞ്ഞ് രഥവീതിർ മഹാത്മന, സമുദ്രത്തിലും പർവ്വതത്തിലും നദികളിലുമൊക്കെ രാജാവിന്റെ രഥത്തിന് സഞ്ചരിക്കാം, അതിന് വഴിയുണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. സൂധോദമാഗതോ വന്ദി തം സ്തോതും ഉപദസ്ഥിരേ. ആ സമയത്ത് 3 പേർ അവിടെ പ്രത്യേകം സന്നിഹിതരായിരുന്നു. അവര് രാജാവിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്തുതിപാഠകന്മാരാണ്. ഒരു രാജാവായി കഴിഞ്ഞാൽ രാജാവിനെ സ്തുതിക്കാനുള്ള വ്യക്തികളും കൊട്ടാരത്തിലുണ്ടാകും. അങ്ങനെയുള്ള 3 വ്യക്തികളാണ് സൂതോധമാഗതോ വന്ദി, സൂതൻ, മാഗതൻ, വന്ദി എന്ന് പറഞ്ഞിട്ട് 3 പേര്. സൂതൻ സ്തുതികളൊക്കെ ചൊല്ലും, രാജാവിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കും. മാഗതൻ അതിനാവശ്യമായിട്ടുള്ള സ്തുതികളൊക്കെ രചിക്കുന്ന വ്യക്തിയാണ്. മാഗതൻ കാവ്യങ്ങൾ, കവിത പോലെ രചിക്കും, രാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളൊക്കെ രചിക്കും. വന്ദി അത് സമർപ്പിക്കും, അത് ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കുന്നത് വന്ദിയാണ്. ഇവർ 3 പേരും സ്തുതികളും പ്രാർത്ഥനകളും ഒക്കെ അർപ്പിച്ചു. പൃഥ്വിരാജാവ് ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് സ്തുതികളൊക്കെ സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സ്തുതികളൊക്കെ കേട്ട സമയത്ത് പൃഥ്വിരാജാവ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് അവരോട് പൃഥ്വിരാജാവ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. മേഘനിർഘാതയാവാച, രാജാവിന്റെ ശബ്ദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മേഘം ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമായിരുന്നു, അത്രയും ഘനഗംഭീരമായിട്ടുള്ള ശബ്ദമായിരുന്നു പൃഥ്വിരാജാവിനുണ്ടായിരുന്നത്. അല്ല, ഒരു രാജാവിന് ഗാംഭീര്യമുള്ള ശബ്ദം ഉണ്ടായിരിക്കണം, വളരെ ആകർഷകമായിട്ടുള്ള ഗാംഭീര്യമുള്ള നിർഹ്രാദയാവാച, മേഘശബ്ദം പോലെയുള്ള ശബ്ദം കൊണ്ട് ശബ്ദത്തിൽ പൃഥ്വിരാജാവ് സംസാരിക്കാൻ തുടങ്ങി. വാച മാത്രമല്ല, അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. പ്രഹസന്നിവ അബ്രവി, ഭഗവാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെ, നമ്മള് ഭഗവത്ഗീതയിൽ കാണുന്നുണ്ട്, യുദ്ധ ഭൂമിയിൽ നിൽക്കുന്ന ഭഗവാൻ, രണാങ്കണത്തിൽ നിൽക്കുന്ന ഭഗവാൻ പോലും അർജുനനോട്, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അർജുനനോട് സംസാരിച്ചത് പ്രഹസന്നിവ ഭാരത എന്നാണ്, ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അർജുനൻ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലെ, അശ്രുപൂർണാകുലേക്ഷണം, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനനോട് യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ എല്ലാം അറിയാം. അതുകൊണ്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട്, അർജുനൻ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കരയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. അതേപോലെ ഇവിടെയും ഭഗവാൻ പൃഥ്വിരാജാവ് പ്രഹസൻ നിമിതം അപ്രതി, പ്രഹസൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. എന്താണ് അവരോട് പൃഥ്വിരാജാവ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി ജപിച്ചോട്ടെ. ബിജു പ്രഭുജി ജപിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ